ഇപ്പോൾ കോളേജിംഗ് ഒക്കെ എവിടെയാണ് ചെയ്തത്? ഞാൻ BA വോക്കൽ കർണാട്ടിക്ക ചെയ്തേ, മഹാരാഷ്ട്രയിലായിരുന്നു. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് RLV ചെയ്തു. രണ്ടിനും ആ സമയത്ത് തന്നെ എന്താ പറയാ ആൽബം സോങ്സ് കൂടെ പാടുന്നുണ്ടായിരുന്നു? ഞാൻ റെക്കോർഡിങ്സ് എനിക്ക് തോന്നുന്നു ഒരു 7th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് പ്രോഗ്രാംസും ഗാനമേളയും. എനിക്ക് തോന്നുന്നു ആ ഡൽഹി കഴിഞ്ഞതിന് ശേഷം അതൊരു ഓപ്പണിംഗ് ആയിരുന്നു. അതെ അതെ, കാരണം ആ സമയത്ത് ഈ റിയാലിറ്റി ഷോയുടെ ഒന്നും സമയമല്ല, ഇങ്ങനത്തെ ഈ കോമ്പറ്റീഷൻസ് ഒക്കെ അന്ന് നല്ലപോലെ ശ്രദ്ധിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ വിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പേപ്പറിലൊക്കെ അതിന്റെ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂളിൽ ഒരു താരമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ച് ഞാൻ സ്റ്റേജ് ഷോസിൽ പാടി തുടങ്ങി. കൊച്ചിൻ ഗിന്നസിലാണ് ഞാൻ ഫസ്റ്റ് ലൈവ് ഞാൻ പാടുന്നത് ഗ്രൂപ്പില്. സൈനുദ്ദീൻ സാറിന്റെ ഗ്രൂപ്പായിരുന്നു. അപ്പൊ അതിൽ ഈ പാട്ടായിരുന്നു എന്റെ ഓപ്പണിംഗ് സോങ്. എല്ലാ സ്റ്റേജിലും മിക്കവാറും ഈ പാട്ട് തന്നെയായിരുന്നു. പിന്നെ കൊച്ചിൻ CAC കലാഭവൻ 7th ആ വർഷമാണ് ഇത് കോമ്പറ്റീഷൻ വിൻ ചെയ്യണത്. അപ്പൊ അത് കഴിഞ്ഞ് 7th മുതൽക്ക് വിചാരിച്ചിരുന്നോ ഇത് എന്റെ പ്രൊഫഷനാക്കി ഞാൻ എടുക്കാൻ പോവാണ് എന്നുള്ളത്? അപ്പൊ മുതലൊക്കെ ഉള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നോ? എനിക്ക് പ്രൊഫഷൻ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിലും പാട്ടാണ്, ഞാൻ ഈ പാട്ട് തന്നെയാണ്. കാരണം നമുക്ക് വേറൊരു ചിന്ത എനിക്ക് അന്നേരം വന്നിട്ടില്ല മനസ്സിൽ. ഫുൾ ടൈം മ്യൂസിക്കിനോടാണ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് മനസ്സിഷ്ടപ്പെട്ട് ചെയ്യണ ഒരു കാര്യമാണല്ലോ. അപ്പൊ ഒരിക്കലും നമ്മൾ പിന്നെ അതൊരു പ്രൊഫഷൻ എന്നുള്ള ചിന്തിക്കുന്നില്ല. ആ ഒരു ഏജില് പാടുക എന്നുള്ളൊരു സന്തോഷമാണ്, സ്റ്റേജുകളിൽ പോവുക. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 10th സ്റ്റേറ്റ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു കലോത്സവത്തിന്. അപ്പൊ അത് കഴിഞ്ഞ് റെക്കോർഡിങ്സ് കൂടുതൽ സജീവമായി.